ഹലോ ഫ്രണ്ട്സ്, എത്ര ഉറക്കം തൂങ്ങി നിന്നാലും ആള് പുറത്തു പോകാൻ ഫുൾ ഉഷാറാണ്. തലേദിവസം വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തെന്ന് വരെ വാവക്കൂട്ടിന് കറക്റ്റ് ആയിട്ട് അറിയാം. ഇത്ര നേരത്തെ എങ്ങോട്ടാന്നല്ലേ നമ്മൾ നേരെ പോകുന്നത് അമ്മേനെ പിക്കാനാണ്. അമ്മ കൊച്ചിന് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ വരുന്ന വരക്കം കണ്ട് അറിയാം ആള് നല്ല ഉറക്കക്ഷീണത്തിലാണ്. വന്നപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ടയർഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഫുൾ സീനാവും. അതുകൊണ്ട് ഞാൻ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. വാവക്കൂട്ടിനെ നേരെ ബേബി സിറ്റിംഗ് കിട്ടുക, അല്ലെങ്കിൽ അമ്മേനെ ഉറങ്ങാൻ ഒരു വിധത്തിലുള്ള സംഭവം. മനുഷ്യന്മാർക്ക് വേണ്ട അത്യാവശ്യ സാധനമാണ് ഉറക്കം. അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി ടയർഡ് ആയിരിക്കും. വാവയെ ഡ്രോപ്പ് ചെയ്ത് നേരെ വിട്ട് ജിമ്മിലേക്ക്. അപ്പോൾ ഇന്ന് ഷോൾഡർ ഡേ ആണ്. കൂടുതൽ ആൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പൊള്ളിയായിട്ട് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ അന്നത്തോട്ട് നല്ലൊരു വർക്കൗട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഫ്രിഡ്ജ് തുറന്നപ്പോൾ റൈസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ചൂടാക്കി ഞങ്ങൾ ഫുഡും കഴിച്ച് നേരെ വിട്ട് വാവക്കൂട്ടിനെ പിക്ക് ചെയ്യാം. വാവക്കൂട്ടിന് 2 കൊമ്പൊക്കെ കെട്ടിയാണ് തിരിച്ചു വരുന്നത് കേട്ടോ. അവൾക്ക് അമ്മ പിക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പിക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല, കാരണം അമ്മ തന്നെയാണ്. അവിടെ നിന്ന് നേരെ നിക്കുവിന്റെ വീട്ടിൽ. നിക്കുവിനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ വാവ ഫുൾ ഓണായി. ഓട്ടോ ബഹളൊക്കെ ആയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു, കാരണം വാവേനെ ഫ്രഷ് ആക്കണം, ഫുഡ് കൊടുക്കണം, അങ്ങനെ കുറെ പേരുടെ ഉണ്ട്. സോ ഗൈസ്,